സ്നേഹമുള്ള ഡീക്കൻ ഷെബിൻ ജോർജ്, മനോജ് ദാസ്, സിജോമോൻ, പ്രിയമുള്ള വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഈശോയിൽ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കായി ഡെന്നിസ് പിതാവും ഈ 3 ഡീക്കന്മാരും ഞങ്ങൾ ഒരുമിച്ച് ബിഷപ്സ് ഹൗസിലെ ചാപ്പലിൽ ഒരുമിച്ച് വന്നപ്പോൾ പ്രാരംഭഗീതമായി ആലപിച്ചത് നിങ്ങൾക്കേവർക്കും സുപരിചിതമായ വളരെയേറെ അർത്ഥസമ്പുഷ്ടമായ ഒരു ഗാനമായിരുന്നു. ആകാശം പോലെ വിശാലം നാഥ, നിൻ സ്നേഹമെത്ര അഗാധം, പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സീമാതീതമനന്തം. യഥാർത്ഥത്തിൽ സിജോമോനെയും ഷെബിനെയും മനോജിനെയുമൊക്കെ സീമാതീതമനന്തം, അതിരുകളില്ലാതെ ദൈവം സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് അവരിന്ന് ഈ അൾത്താരയിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരായിത്തീരുന്നത്. പൗരോഹിത്യം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമാണ്. സീമാതീതമനന്തം അവിടുത്തെ സ്നേഹം. നാം അല്പം മുൻപ് വായിച്ചു കേട്ട സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളായിരുന്നു. ഞാനിവിടെ ഈ കണ്ണൂർ വന്നതിന് ശേഷം ആദ്യ വർഷം തന്നെ 16 ബിഷപ്പുമാരോടൊപ്പം നിയോ കാറ്റക്കുമിനേറ്റ് എന്ന ഒരു ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഒരു വിശുദ്ധ നാട് സന്ദർശനത്തിന് പോയിരുന്നു. യഥാർത്ഥത്തിൽ വിശുദ്ധ നാട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ 4-5 സ്ഥലങ്ങൾ മാത്രമാണ് ഞങ്ങൾ അന്ന് സന്ദർശിച്ചത്. ഞങ്ങൾക്ക് ഈ 15-16 ബിഷപ്പുമാർക്കും അത് യഥാർത്ഥത്തിൽ വലിയ ഒരു ധ്യാനത്തിൻ്റെയും വിചിന്തനത്തിൻ്റെയും ഒക്കെ അനുഗ്രഹീതമായ ദിവസങ്ങളായിരുന്നു. ഞങ്ങളോടൊപ്പം ഞാൻ ഏറെ നാൾ റാഞ്ചിയിൽ 3 വർഷം റാഞ്ചിയിൽ പ്രവർത്തിച്ചിരുന്ന അവസരത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമൊക്കെയായിരുന്ന കാർഡിനൽ ടെലസ്പൂർ ടോപ്പയായിരുന്നു തിബേരിയസ് കടൽ തീരത്തിൻ്റെ അടുത്തുള്ള ആ ഒരു കപ്പേളയിൽ ആ പ്രഭാതത്തിൽ വിശുദ്ധ ബലിക്ക് പ്രധാന കാർമ്മികൻ ആയിരുന്നത്. അന്ന് വായിച്ച സുവിശേഷ ഭാഗവും ഈ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നിന്നായിരുന്നു. കാർഡിനൽ ടോപ്പോ ഈ സുവിശേഷ വായനയ്ക്ക് ശേഷം പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്നപ്പോൾ, ഞാൻ ആ ഗ്രൂപ്പിൽ ഏറ്റവും പൊക്കം കുറഞ്ഞതിൽ ഒരാളായതുകൊണ്ട് ഏറ്റവും ആദ്യമായിരുന്നു നിന്നിരുന്നത്. അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു, ബിഷപ്പ് അലക്സ്, ജീസസ് ആസ്ക്സ് യു, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? പെട്ടെന്ന് കാർഡിനൽ തിരുമേനി അങ്ങനെ എന്നോട് മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ ഉള്ളിലൊരു അതിശയവും അല്പം ഒരു ചങ്കിടിപ്പോടും ആണ് എനിക്കുണ്ടായത്. കാരണം ആ സുവിശേഷത്തിലെ വാക്യമെടുത്ത് ഓരോരുത്തരോടുമായി അന്ന് പ്രധാന കാർമ്മികൻ കാർഡിനൽ ടോപ്പോ ചോദിച്ചത് പത്രോസിനോട് കർത്താവ് ചോദിച്ച അതേ ചോദ്യം തന്നെയായിരുന്നു. ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ സുവിശേഷം ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ വായിക്കുമ്പോൾ സിജോമോനോടും ഷെബിനോടും മനോജിനോടും ചോദിക്കുന്നത് ഇതാണ്: നീ ഇവരെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയപ്പെട്ട വൈദികരെ, നമ്മോടും
കർത്താവ് ചോദിക്കുന്നത് ഇതേ ചോദ്യമാണ്. ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. കാരണം പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം അതാണ്, കർത്താവിനോടുള്ള സ്നേഹം. അവിടുത്തെ മുൻപിലുള്ള ആ സമ്പൂർണ്ണ സമർപ്പണമാണ് പൗരോഹിത്യത്തിൻ്റെ യഥാർത്ഥത്തിൽ വിജയം. നമുക്കറിയാം, കർത്താവ് നമ്മെ ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിച്ചിരിക്കുന്നത് നമ്മെ ഒരു പ്രത്യേക ഒരു പ്രൊഫഷൻ, ഒരു ജോലിക്ക് വേണ്ടിയല്ല, ഒരു സ്ഥാനമോ പൊസിഷനോ സഭയിലും സമൂഹത്തിലും നൽകാനുള്ള വേണ്ടിയുമല്ല. യഥാർത്ഥത്തിൽ ഈ പൗരോഹിത്യം വലിയ ഒരു ആത്മബന്ധമാണ്, ക്രിസ്തുവുമായുള്ള ഒരു ആത്മബന്ധം, റിലേഷൻഷിപ്പ്, ഒരു ഇൻറ്റിമസി വിത്ത് ദ ലോർഡ്. അതാണ് പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം, പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മോട് ദൈവത്തോടുള്ള വലിയ സ്നേഹമാണ് ഒന്നുമല്ലാത്ത നമ്മെ ഈ വലിയ ഒരു ദാനം, വലിയൊരു സമ്മാനം നൽകി, സീമാതീതം അനന്തമായ ആ സ്നേഹം നൽകി നമ്മെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വിളിച്ചിരിക്കുന്നത്. ആ കർത്താവാണ് നമ്മോട് ചോദിക്കുന്നത്, ഇവരെക്കാൾ അധികം നീ സ്നേഹിക്കുന്നുവോ? തീർച്ചയായും മറ്റെല്ലാറ്റിനെയും കാൾ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ പൗരോഹിത്യത്തിന് അതിൻ്റെ അന്തസ്സും മഹിമയും ഒക്കെ, അതിൻ്റെ ആനന്ദവുമൊക്കെ നമുക്ക് ആഴത്തിൽ അനുഭവിക്കാനാകുക. പത്രോസിനോട് ചോദിച്ചത് നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. ശരിയാണ്, പത്രോസിൻ്റെ ഒരു പരാജയത്തിനു ശേഷമാണ് ഈ ഒരു ചോദ്യം. പത്രോസിൻ്റെ നിഷേധത്തിനും ദുർബലതയ്ക്കുമൊക്കെ ശേഷമാണ് ഈ ഒരു ചോദ്യം കർത്താവ് ചോദിക്കുന്നത്. നീ എന്നെ നിഷേധിക്കുന്നുവോ എന്നല്ല ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ്. പ്രിയപ്പെട്ട ഷെബിൻ, മനോജ്, സിജോമോൻ, കർത്താവിനെ നമുക്ക് ഇനി മുതൽ, പ്രത്യേകിച്ച് ഈ പൗരോഹിത്യം എന്ന ദാനം നമുക്ക് സ്വന്തമാകുന്ന ഈ ധന്യമായ അനുഗ്രഹീതമായ മുഹൂർത്തം മുതൽ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കാം. കാരണം ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലുള്ള പങ്കാളിത്തമാണ് നമുക്ക് ദൈവം ദാനമായി നൽകുന്ന ഈ ഒരു പൗരോഹിത്യം. നിങ്ങൾ ഇന്നു മുതൽ വിശുദ്ധ ബലിയർപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ജനത്തോടുള്ള, ദൈവജനത്തോടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ആ വിശുദ്ധ ബലിയിൽ നിങ്ങൾ അർപ്പിക്കുന്നത്. ഓരോ പ്രാവശ്യവും കുമ്പസാരക്കൂട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഹൃദയം തകർന്നവരെ, നൊമ്പരപ്പെടുന്നവർക്ക് കർത്താവിൻ്റെ ആ പാപമോചനത്തിൻ്റെ ആശ്ലേഷം നൽകുമ്പോൾ, ആശീർവാദം നൽകുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നിങ്ങൾ പകർന്നു കൊടുക്കുന്നത്. നിങ്ങൾ ദുഃഖിതരെ ആശ്വസിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ മുറിവുകളിലും കുറവുകളിലും ഇങ്ങനെ സ്പർശിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ പകർന്നു കൊടുക്കുന്നത്. ആവിലായിലെ അമ്മ ത്രേസ്യ ഇപ്രകാരം പറഞ്ഞു, ക്രൈസ്റ്റ് ഹാസ് നോ ബോഡി ബട്ട് യുവേഴ്സ്, no hands, no feet on earth but yours. You are the eyes with which he looks compassionately on this world. Yours are the feet with which he walks to do good. Yours are the hands with which he blesses all the world. അതായത് ക്രിസ്തുവിൻ്റെ ഹൃദയം ഇനി നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ഹൃദയത്തിലൂടെയാണ് അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുന്നത്. നിങ്ങളുടേതല്ലാതെ അവിടത്തേക്ക് വേറെ കരങ്ങളും കാലുകളുമില്ല. കാരുണ്യത്തോടുകൂടെ മനുഷ്യരെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളുമില്ല. മറ്റുള്ളവരുടെ
അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ കർത്താവിന് ഇനി നമ്മുടെ ഈ പാദങ്ങൾ വേണം. ആശീർവദിച്ച് അനുഗ്രഹിക്കുവാൻ നമ്മുടെ അഭിഷിക്ത കരങ്ങളും വേണം. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, നമുക്കുള്ളത് മാത്രമേ നമുക്ക് നൽകാനാവൂ. പ്രസിദ്ധമായ ആ ഒരു ലാറ്റിൻ പ്രോവർബുണ്ട്, നേമോ ദാത് ക്വോദ് നോൺ ഹാബത്ത്, നോ വൺ ക്യാൻ ഗിവ് വാട്ട് വൺ ഡസ് നോട്ട് ഹാവ്. നമ്മിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന്, ആ കാരുണ്യത്തിൻ്റെ തികവിൽ നിന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാകുക. ക്രിസ്തുവിനോടുള്ള ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എങ്ങാനും ക്ഷയിച്ചു പോയാൽ, യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട ഡീക്കന്മാരെ, സ്നേഹമുള്ള സഹോദര വൈദികന്മാരെ, നമ്മുടെ ശുശ്രൂഷയും ക്ഷയിച്ചു പോകും. അതുകൊണ്ട് കർത്താവ് ഇന്ന് ഈ സുവിശേഷത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ച, പ്രത്യേകിച്ച് പത്രോസിനോട് ചോദിച്ച ആ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ഓരോ ദിവസവും ആ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങണം. ഞാൻ യേശുവിനെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യം. ഇവരെക്കാൾ അധികം സ്നേഹിക്കുന്നുവോ? ഇവർ എന്ന് പറയുമ്പോൾ തീർച്ചയായും നാം മറ്റെല്ലാവരെയും കൂടുതൽ എന്നെ വിളിച്ച ആ നിത്യപുരോഹിതനായ ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കണം. നമ്മുടെ സുരക്ഷയും നമ്മുടെ സൗകര്യവും നമ്മുടെ ബന്ധങ്ങളും ബഹുമതിയും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങൾക്കും എല്ലാം ഉപരിയായി ഞാൻ എന്നെ ശക്തിപ്പെടുത്തുന്ന, എന്നെ വിളിച്ച ഈ ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കണം. പത്രോസിന് യഥാർത്ഥത്തിൽ ആ പഴയ ജോലി ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുക, യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാർ 3-4 പേരൊരുമിച്ച് ആ പണ്ടെങ്ങോ അവർ ഉപേക്ഷിച്ചു കളഞ്ഞ വലയെടുത്ത് തോണിയിൽ കയറി തീരത്ത് നിന്ന് തിരകളെ മുറിച്ച് ആഴക്കടലിൽ വീണ്ടും ചെന്നത്. അങ്ങനെ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 4-ാം വാക്യം എത്രയോ ഹൃദയസ്പർശിയായ ഒരു വാക്യമാണ്. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ക്രിസ്തുവിനോടൊപ്പമുള്ളപ്പോഴാണ് മറ്റെല്ലാം ഉപേക്ഷിച്ച്, ഒരുപക്ഷെ നമ്മുടെ പഴയ ജീവിതത്തിലെ പല ഇഷ്ടപ്പെട്ട കാര്യങ്ങളും കുടുംബങ്ങളെപ്പോലും ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി മാറുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്രോസിനോട് 3 പ്രാവശ്യം കർത്താവ് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ, അതിനോടൊപ്പം കർത്താവ് നൽകുന്ന ഒരു ദൗത്യം കൂടെയുണ്ട്. എൻ്റെ ആടുകളെ മേയ്ക്കുക, ഫീഡ് മൈ ഷീപ്പ്. സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രകടനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം വഴി, ജീവിതത്തിലെ സേവനം വഴി, ശുശ്രൂഷ വഴി മറ്റുള്ളവർക്ക് നാം എല്ലാം ആയിത്തീരുക വഴിയാണ്. മുറിവേറ്റവരെയും മന്ദതയിലുള്ളവരെയും അകലെയായിരിക്കുന്നവരെയും സഭയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരെയും എല്ലാം ആ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട്, അവിടുത്തെ ആ കാരുണ്യം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിപാലിക്കാൻ, ചേർത്ത് നിർത്തുവാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയിലേക്കാണ് പ്രിയ ഡീക്കന്മാരെ കർത്താവ് നമ്മെ ക്ഷണിക്കുക. അവിടുന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ഒരു സ്നേഹം നമുക്ക് അവിടുന്ന് പകർന്നു തരുമ്പോൾ, നമ്മുടെ ഈ ശുശ്രൂഷ നമ്മുടെ കരങ്ങളിൽ അവിടുന്ന് അഭിഷേചിക്കുമ്പോൾ, ഈ ബലഹീനമായ കരങ്ങളിലൂടെയാണ് അവിടുത്തെ കൃപയും കാരുണ്യവും മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുക, ഒഴുകിയിറങ്ങുക. അഭിഷിക്ത കരങ്ങളെന്ന ശ്രദ്ധേയമായ ഒരു കവിതയുണ്ട്. അതിപ്രകാരമാണ്, വിശുദ്ധവും ചേതോഹരവുമായ ആ കരങ്ങൾ
നമുക്ക് ആവശ്യമുണ്ട്. ജീവിതത്തിൻ്റെ പ്രഭാതത്തിലും ജീവിതത്തിൻ്റെ സായാഹ്നത്തിലും വിശുദ്ധ സ്നാനത്തിലും പുണ്യലേപനത്തിലും നമുക്ക് ഒരു പുരോഹിതൻ്റെ കരങ്ങൾ ആവശ്യമുണ്ട്. അഭിനന്ദനത്തിൻ്റെ സ്പർശനത്തിലും സാന്ത്വനത്തിൻ്റെ തലോടലിലും നമുക്ക് ഒരു പുരോഹിതൻ്റെ അഭിഷിക്ത കരങ്ങൾ ആവശ്യമുണ്ട്. പ്രഭാതങ്ങളിൽ ദിവ്യകാരുണ്യം വിളമ്പാനും പ്രദോഷങ്ങളിൽ ദിവ്യനാഥൻ്റെ മുൻപിൽ നിനക്കായി കൈകൾ കൂപ്പാനും ഒരു പുരോഹിതൻ്റെ അഭിഷിക്ത കരങ്ങൾ ആവശ്യമുണ്ട്. പാപപരിഹാരത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും വഴികളിൽ ഇടറി വീഴുന്നവർക്ക് മോചനം നൽകാൻ ഒരിക്കൽ അല്ല, വീണ്ടും വീണ്ടും വിവാഹ ദിനങ്ങളിൽ എത്ര കരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തന നിരതമാകുക. ആഭരണങ്ങൾ തിരയാൻ, അലങ്കാരങ്ങൾ ഒരുക്കാൻ, രുചിഭേദങ്ങളുടെ കലവറ തീർക്കാൻ. പക്ഷേ ഇരുകരങ്ങളെയും ആശീർവദിച്ച് കൂട്ടിയോജിക്കുവാൻ നമുക്കാവശ്യം പുരോഹിതൻ്റെ അഭിഷിക്ത കരങ്ങളാണ്. ജീവിത വഴികളിൽ ഇടറിപ്പോയ ഒരുവന് എനിക്ക് വഴിയാ കാട്ടിയാകണമെന്നാവശ്യപ്പെടാൻ, സങ്കടക്കടലുകളിൽ മുങ്ങിത്താഴുന്ന ഒരുവന് എന്നെ ആശീർവദിക്കണം എന്നാവശ്യപ്പെടാൻ, പ്രിയമുള്ളവരെ, ഒരു പുരോഹിതൻ്റെ അഭിഷിക്ത കരങ്ങൾ ആവശ്യമുണ്ട്. ജീവിതാന്ത്യത്തിൽ നിന്റെ കിടക്കരികെ നിന്നെ ആശീർവദിക്കാൻ വാഴ്ത്തപ്പെട്ട ആ കരങ്ങളല്ലേ ശക്തിയും പ്രത്യാശയും ധൈര്യവും നിനക്ക് പകർന്നു നൽകുക. രാജ്യത്തിൻ്റെ ഭരണം വഹിക്കുന്ന കരങ്ങൾ പോലും ആശീർവദിക്കുവാൻ ഉയർത്തപ്പെടുന്ന ആ കരങ്ങൾക്ക് തുല്യമാവില്ല. അഭിഷേകത്തിൻ്റെ മുദ്രയും തിരുശരീര രക്തങ്ങളുടെ കയ്യാളലും ആ കരങ്ങളുടെ മാത്രം അസൂയാവർഹമായ അവകാശമല്ലേ. അൾത്താരകളിൽ അവൻ വാഴ്ത്തുന്ന കാസയും പുരോഹിതൻ ഉയർത്തുന്ന പീലാസയും ഞാൻ അറിയാതെ എന്നിൽ ഉയർത്തുന്ന സങ്കീർത്തനം, പുരോഹിത നിന്റെ അഭിഷിക്ത കരങ്ങൾ എത്ര ചേതോഹരം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ഈ ഒരു സ്നേഹം ഈ 3 സഹോദരന്മാരിൽ ഇന്ന് പകർന്നു കൊടുക്കുമ്പോൾ, അവിടുത്തെ പൗരോഹിത്യത്തിന് പങ്കുകാരായവർ മാറുമ്പോൾ, നമുക്ക് ഈ 3 പേർക്ക് വേണ്ടിയും എല്ലാ പുരോഹിതന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അങ്ങനെ അവരുടെ അഭിഷിക്ത കരങ്ങൾ വഴി ക്രിസ്തുവിൻ്റെ വിശുദ്ധിയും സ്നേഹവും കാരുണ്യവും സഭയിലും സമൂഹത്തിലും എന്നും നിറഞ്ഞു നിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പത്രോസിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. ഈ സഹോദര വൈദികരുടെ സ്നേഹം എന്നും ക്രിസ്തുവിൻ്റെ സ്നേഹമായി മാറാൻ നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകാൻ, അങ്ങനെ സഭയുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി സ്വയം സമർപ്പിതമാകുന്ന കൂടുതൽ പുരോഹിതർ നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ സന്നിഹിതരായിരിക്കുന്ന അൾത്താര ശുശ്രൂഷകർ കൂടുതൽ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ ആ അൾത്താരയെങ്കിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ആ സൗഭാഗ്യം, അതിനുള്ള വെളി ഞങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ അത് സ്വീകരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇന്നത്തെ ഈ വിശുദ്ധ ബലിയിൽ ഈ 3 ഡീക്കന്മാരുടെയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഈ വലിയ ത്യാഗത്തോടുകൂടിയുള്ള സമർപ്പണം വഴി ദൈവം നിങ്ങളുടെ കുടുംബത്തെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നമ്മിൽ ഓരോരുത്തരിലും ചൊരിയട്ടെ. പ്രിയപ്പെട്ട ഷെബിൻ, മനോജ്, സിജോമോൻ, കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ എല്ലാറ്റിലും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇന്നു മുതൽ നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാം, ക്രിസ്തുവിനെ മാത്രം സ്നേഹിക്കാം. അങ്ങനെ സ്നേഹത്തിൻ്റെ ഈ കൂദാശയുടെ ജീവിതം
ഏറ്റവും മനോഹരമായി തീർക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.